എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പത്രം വായിച്ചാലോ? ഇന്നത്തെ വാർത്ത എന്താണെന്ന് നോക്കാം. വീട്ടുമുറ്റത്തെ സ്വിമ്മിംഗ് പൂളിൽ വീണ 2 വയസ്സുകാരൻ മരിച്ചു എന്ന് ഉണ്ടോ. ഈ കുട്ടിയുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നേ. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നീന്തൽക്കുളം, നീന്തി കളിക്കാനും കുളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വന്നെന്ന് മുറ്റത്ത് നീ കൊച്ചു കളിക്കായിരുന്നു. അപ്പം അതിൻ്റെ കാല് തെന്നി നീന്തൽക്കുളത്തിലേക്ക് വീണു ആരും കണ്ടില്ല, മരിച്ചുപോയി. ഈ കൊച്ചു ഇവിടെ അല്ലായിരുന്നു, അയർലൻഡിലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് വന്നതാണ്. അവിടെ വന്നിട്ട് വീടിൻ്റെ പാല് കാച്ചിന് വേണ്ടി വന്നതാണ്. അവിടെ തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം പറ്റി ഈ കൊച്ചു മരിച്ചു കണ്ട. അപ്പോൾ അവരുടെ അച്ഛനമ്മക്ക് ഭയങ്കര സങ്കടമില്ലേ, അവരൊക്കെ കരയാണ്, വീട്ടുകാരൊക്കെ ഇരുന്നേ. അപ്പോൾ നിങ്ങൾ ആരും കുളത്തിൻ്റെ, പുഴയുടെ, തോടിൻ്റെ കരികത്ത് കളിക്കാൻ പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. മുതിർന്നവരെ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ അബദ്ധത്തിൽ കാല് തെന്നി വീണു പോയാലും മരിച്ചു പോകില്ലേ. കൊച്ചിന് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ സങ്കടമായില്ലേ. പിന്നെ വേറൊരു വാർത്ത കണ്ടില്ലേ, ഒരു കുടുംബത്തിലെ 3 പേര് വെന്തു മരിച്ചു എന്ന്, ഒരാളെ കാണാതെ പോയി. എങ്ങനെയാണെന്നറിയാമോ? വീട് കത്തിയിട്ടാണ് ഈ കൊച്ചു മരിച്ചു. ഇതുകൊണ്ടോ വീട് കത്തി നശിച്ചു പോയി. തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മൾ തീ അണക്കാൻ പറഞ്ഞത് ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ട് പുക നിറഞ്ഞിട്ട് ആ പുക മാറ്റാൻ വന്നായിരുന്നു ഫയർഫോഴ്സ് അല്ലേ, അല്ലെങ്കിൽ അഗ്നിശമന സേന എന്ന് പറയും. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ്, ആ തീ കെടുത്താൻ പറഞ്ഞവരാണ് അഗ്നിശമന സേന, അല്ലെങ്കിൽ ഫയർഫോഴ്സ് എന്നും പറയും അവരെ. പിന്നെ വേറൊരു വാർത്തയിൽ നമ്മൾ കണ്ടല്ല, അഗ്നിശമന സേനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ. ഒരു ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടപ്പോൾ ആ ഡ്രൈവറുടെ കാല് ക്യാബിനിൽ കുടുങ്ങിയിട്ട് ആരാണ് വന്ന ഡ്രൈവറെ രക്ഷിച്ചെന്നറിയാമോ? അത് അഗ്നിശമന സേനയാണ്. അവർ വന്ന് ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ചിട്ടാണ് ആ ഡ്രൈവറെ രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതുപോലെ തീ അണക്കാൻ പറയുന്നത് അഗ്നിശമന സേനയാണ്, അവിടെ ഫയർഫോഴ്സ് എന്നും പറയും. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ്. താങ്ക് യു.